പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടുമുറ്റം നിറയെ കരകൗശലമൊരുക്കിയിരിക്കുകയാണ് കയ്പമംഗലം കൂരിക്കുഴി സ്വദേശിനിയായ വീട്ടമ്മ. അതും ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മാതൃകകൾ. കുരിക്കുഴി പുതിയ വീട്ടിൽ സീന സലാമാണ് ഈ പാഴ്വസ്തു കരകൗശല നിർമ്മാണത്തിന് പിന്നിൽ. ഉപയോഗശൂന്യമായി ഒന്നും തന്നെ സീന സലാമിന്റെ വീട്ടിലെത്തുന്നവർക്ക് കാണാൻ കഴിയില്ല. കാരണം ഉപയോഗം കഴിഞ്ഞവയെല്ലാം ഉപേക്ഷിക്കാതെ അവയെ കാണാൻ കൗതുകമുള്ള രൂപങ്ങളാക്കി മാറ്റാൻ ഈ വീട്ടമ്മയ്ക്ക് അധിക സമയം വേണ്ട. അതിന് തെളിവാണ് ഈ വീട്ടുമുറ്റം. കുവൈറ്റ് എയർവേസ് വിമാനം, അരയന്നങ്ങൾ, കൊക്കുകൾ, വഞ്ചി, പൂന്തോട്ടം നിറയെ വൈവിധ്യമാർന്ന ചെടിച്ചട്ടികൾ, ഇരിപ്പിടങ്ങൾ, വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള കൃത്രിമ കുളം, അങ്ങനെ വിസ്മയ കാഴ്ചയുടെ ഒരു നീണ്ട നിര തന്നെ സീന ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ കുട്ടികളുടെ ഒരു പാർക്കിൽ ചെന്ന അനുഭവം. കോവിഡ് കാലത്ത് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് തുടക്കം. പിന്നീടാണ് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ പൈപ്പുകൾ, കമ്പികൾ, പ്ലാസ്റ്റിക്, വീട്ടിലെ മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സീനയ്ക്ക് തന്റെ കരകൗശല നിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളാണ്. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയുടെ ഫോട്ടോ ശേഖരിക്കലാണ് ആദ്യഘട്ടം. പിന്നീട് സിമന്റ്, മണ്ണ്, പാഴ്വസ്തുക്കൾ എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ചിലത് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും. ഭർത്താവ് അബ്ദുൽ സലാം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുവൈറ്റ് എയർവേസിന്റെ വിമാനം ഇത്തരത്തിൽ നിർമ്മിക്കണമെന്ന് മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹമായിരുന്നുവെന്ന് സീന പറയുന്നു. ഫ്ലൈറ്റ് സ്ട്രെച്ചർ വരാൻ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ സ്ട്രെച്ചർ ഉണ്ടാക്കി. പിന്നെ അത് അതിൻ്റെ ഒരു പെയിൻറ്റിങ് എനിക്ക് നടക്കൂല എന്ന് ഞാൻ വിചാരിച്ച പുറത്തൊരാളെ കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചു. അതിനെച്ചാൽ ഞാൻ കുവൈറ്റ് എയർവേസ് എന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ ഇക്കയും മോനും കുവൈത്തിലാണ്. അതുകൊണ്ട് കുവൈറ്റ് എയർവേസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റിനൊരു സിമ്പലുണ്ട്. അതിൻ്റെ കളറിങ്ങിലൊക്കെ ഉണ്ട് പ്രത്യേകത. അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചേ. അപ്പം എൻ്റെ രണ്ടാമത്തെ മകൻ പറഞ്ഞു, ഉമ്മച്ചി വിചാരിച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു പുറത്താര് ചെയ്തു എന്നുള്ളൊരു വരുമല്ലോ. അപ്പം ഇനി അതായിട്ട് ഞാൻ അങ്ങനെ മാറ്റി പിടിക്കേണ്ട, ഉമ്മച്ചി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാനത് പെയിൻറ്റിങ്ങും ഞാൻ തന്നെ ചെയ്തു. ഇതുവരെ വിദേശ യാത്ര നടത്തിയിട്ടില്ലെങ്കിലും വിമാനത്തെക്കുറിച്ച് കണ്ടും കേട്ടുമറിഞ്ഞ കാര്യങ്ങളാണ് അടുത്തിടെ പൂർത്തിയായ കുവൈറ്റ് എയർവേസ് നിർമ്മാണത്തിന് സഹായിച്ചതെന്നും സീന പറഞ്ഞു. ഭർത്താവിനൊപ്പം മക്കൾ 3 പേരും പൂർണ്ണ പിന്തുണയുമായി സീനയ്ക്കൊപ്പമുണ്ട്. സീനയുടെ കരവിരുത് കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി പേർ വീട്ടുമുറ്റത്തെ കൗതുക കാഴ്ചകൾ കാണാൻ എത്തുന്നുണ്ട്. കൗതുകമുണർത്തുന്ന കൂടുതൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിശ്രമമില്ലാത്ത തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ.